മഴ തോരും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലം മനുവിനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തിനാ വീട്ടിലെ വേലക്കാരിയും വിളിച്ചോണ്ട് റിസോർട്ടിലേക്ക് പോയി താമസിക്കുന്നത്? ഇത് കേട്ട് മനു പറയുന്നുണ്ട്, അമ്മയുടെ മുനവെച്ചുള്ള ചോദ്യത്തിൻ്റെ സംസാരത്തിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പോയിരിക്കുന്നത് അവരുടെ മകളോടൊപ്പമാണ്, കൃഷ്ണമോളോടൊപ്പം. അതുകൊണ്ട് അങ്ങനെ സംശയിക്കേണ്ട ഒരാവശ്യമില്ല അമ്മയ്ക്ക്. സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കമലം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറയുന്നതാണോ തെറ്റ്? അവൻ ചെയ്തതൊന്നും തെറ്റല്ല. ദേ, രാജീവിനും നിന്റെ അച്ഛനും വൈജയ്ക്കും എനിക്കും എല്ലാവർക്കും അവൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷെ നിനക്ക് മാത്രം ആ അലീന, അവളുണ്ടല്ലോ, അലീന ചെയ്യുന്നത് മാത്രമാണ് നിനക്ക് ശരി. അതല്ലേ നിനക്ക് കാണാൻ കഴിയൂ. എന്തായാലും നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് തോറ്റ് പിൻവാങ്ങുകയാണ് കമലം. അങ്ങനെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചെറിയച്ഛനോട് പറയുന്നുണ്ട് മനു, ചെറിയച്ഛ, എന്തായാലും റിസോർട്ടിലേക്ക് ചെറിയച്ഛൻ പോവേണ്ട ആവശ്യമില്ല. അതെന്താ മനു, നീ അവനെവിടെ താമസിക്കുന്നതെന്ന് പറ. ബാലചന്ദ്രൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോയേ പറ്റൂ. അതിൻ്റെ ആവശ്യമില്ല. ചെറിയച്ഛൻ അങ്ങോട്ടേക്ക് ചെന്നാൽ എന്തായാലും ആകെ പ്രശ്നമാവും. നമ്മുടെ അങ്കിൾ വെറുതെ ഇരിക്കത്തില്ല, പോലീസിനെ വിളിക്കും. പിന്നെ കുറച്ച് വർഷത്തേക്ക് അകത്ത് കിടക്കേണ്ടി വരും. എന്തൊക്കെയാണ് കേസെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്കിള് കേസ് കൊടുക്കുകയാണെന്ന് എന്നോട് പറഞ്ഞതാ, ഞാനാ തടഞ്ഞത്. അങ്കിൾ എന്തൊക്കെ പറഞ്ഞിട്ടാ കേസ് കൊടുക്കാൻ പോയതെന്ന് അറിയാവോ? അങ്കിളിൻ്റെ വീട് കയറി ആക്രമിച്ചു, അങ്കിളിനെ കെയർ ടേക്കറായിട്ട് നിന്ന സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പോയതാ. പിന്നെ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതിന് മനു ഞാനൊന്നും ചെയ്തിട്ടില്ല, അവളുടെ ദേഹത്ത് പോലും ഞാൻ തൊട്ടിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് അങ്കിൾ ക്ഷമിച്ചത്. മനസ്സിലായോ? അത് വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും കേസെങ്ങാനും നമ്മുടെ അലീന ഒരു കേസ് കൊടുത്താലുണ്ടല്ലോ, പിന്നെ അങ്കിൾ ഒരു 6 മാസത്തേക്കെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും. സിംഗപ്പൂർ യാത്ര സ്വപ്നം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോളണം. എന്തായാലും 2 മക്കളോടൊപ്പമാണ് അങ്കിൾ അവിടെ റിസോർട്ടിൽ താമസിക്കുന്നത്. കുറച്ച് ദിവസം അവിടെ മനസമാധാനത്തോടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അങ്കിളിന് ഇഷ്ടമുള്ള സമയത്ത് അങ്കിൾ തിരിച്ചു വരും. എന്തായാലും പ്രശ്നമെല്ലാം ഇത്രത്തോളം വഷളാക്കിയത് അങ്കിൾ കൂടി ചേർന്നിട്ടാണ്. അങ്കിളല്ലേ വൈജയന്തി ആൻറ്റിയോടൊപ്പം ചേർന്ന് പ്രശ്നങ്ങൾ ഇത്രത്തോളൊക്കെ എത്തിച്ചത്, അലീനയെ വലിച്ചിറക്കി പുറത്താക്കിയതൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? അങ്കിൾ അലീനയും കൊണ്ട് റിസോർട്ടിൽ പോയി താമസിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുവാണെങ്കിലും അലീനയെ കൊണ്ട് മാത്രമേ അങ്കിൾ വരത്തുള്ളൂ. അല്ലാതെ അലീനയെ ഉപേക്ഷിക്കാനൊന്നും അങ്കിൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇത് കേട്ട് രാജീവൻ ഇങ്ങനെ അന്തം വിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം വൈജയന്തി അമ്മയുടെ അടുത്തേക്ക് വരുവാണ്. അമ്മേ, ബാലചന്ദ്രൻ എവിടെ നിന്നുള്ള വിവരം കിട്ടി, രാജീവൻ വിളിച്ചിരുന്നു ഇപ്പോൾ. അതെയോ, എവിടെ അവൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവളെ വിളിച്ചുകൊണ്ട് ഏതോ റിസോർട്ടിൽ പോയി താമസിക്കുകയാണ്, ആ അലീനയും വിളിച്ചുകൊണ്ട്. ആണോ? അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? പിന്നെ അവളെങ്ങനെ ഇവന് കിട്ടി എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാ? അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പിറകെ തന്നെയല്ലേ ബാലചന്ദ്രനും വണ്ടി എടുത്തുകൊണ്ട് പോയത്. വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും വിളിച്ച് കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അവനക്ക്? അവൾ ഇവിടുന്ന് പോയത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചൂടെ? അപ്പോഴേക്കും വൈജയന്തി അതിൽ പിടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായല്ലോ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നൊക്കെ. അങ്ങനെ അങ്ങ് പോയെങ്കിൽ പോകാമായിരുന്നു. ഇതിപ്പോൾ ബാലചന്ദ്രൻ ചെയ്തത് ശരിയാണോ? അവളെ പിറകെ ചെന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടല്ലേ വരികയാണെങ്കിൽ വരേണ്ടത്, നേരെ റിസോർട്ടിലേക്ക് വെച്ച് പിടിച്ചിരിക്കുന്നു. അതും വെയ്യാത്ത അദ്ദേഹം എന്തിനാ ഇത്രയും ദൂരം ചെന്ന്, അതും പിറവത്താണ് റിസോർട്ട് എടുത്ത് താമസിക്കുന്നത്. അതും വയ്യാത്തൊരു മനുഷ്യനാണ്. അത് ചിന്തിക്കണ്ടേ? സ്വന്തം ഭാര്യ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിയ ഒരു സ്ത്രീയെയും കൊണ്ട്, അതും ഒരു വേലക്കാരി പെണ്ണിനെയും കൊണ്ട് പിടിച്ചിറക്കി കൊണ്ടുപോയി ഒരു റിസോർട്ടിലൊക്കെ താമസിക്കണമെങ്കിൽ, ഇത്രയും ദൂരമുള്ള ഒരു റിസോർട്ടിൽ കൊണ്ട് താമസിക്കണമെങ്കിൽ അതിൻ്റെ സൂക്കേട് എന്താ? അമ്മയ്ക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ അമ്മ അതിനെ അനുകൂലിക്കുകയാണ്. അപ്പോൾ അത് നല്ല ഉദ്ദേശമൊന്നും അല്ല. ബാലചന്ദ്രനെ 3 കടയുണ്ട്, അതവിടെ തുറന്നിട്ടിരിക്കുക, നോക്കാൻ ആളില്ലാതെ. അപ്പോൾ ഗോവർദ്ധന ഉണ്ടല്ലോ മോളെ, അവൾ നോക്കില്ലേന്ന് ചോദിക്കുകയാണ്. അവൻ നോക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ ഗോവർദ്ധന ഉണ്ടായിട്ട് എന്താ കാര്യം? അവനൊരു കിഴങ്ങൻ. സ്വർണ്ണക്കടയും ഡ്രസ്സ് കടയും ഇരുമ്പ് കടയും 3 പാടെ മാനേജ് ചെയ്യാനൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? മനു പോയിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് മനു പോയിട്ട് എന്തൊക്കെ ചെയ്യാനാ? അവൻ അവിടെ പോയി കണ്ട് രസിച്ച് ഇങ്ങ് തിരിച്ചു പോന്നു.
അവന് കുറച്ച് വിവരമുള്ളവനല്ലേ, എന്നിട്ട് ആ ബാലചന്ദ്രനെ ഒന്ന് ഉപദേശിക്കാമായിരുന്നില്ലേ, നീ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്. അതൊക്കെയുണ്ടോ മനു ചെയ്യുന്നു. മനുവിനും അത് ശരിയായിട്ടല്ലേ തോന്നുന്നത്. അല്ല, നീ രാജീവിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവേട്ടൻ തന്നെയാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. രാജീവേട്ടൻ എന്ത് ചെയ്യാനാ? അവിടെ റിസോർട്ടിൽ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലേ അവർ പോലീസിനെ വിളിച്ച് പോലീസിലേൽപ്പിക്കും. അതുകൊണ്ട് അവിടെ പോയി പ്രശ്നമുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ കമലെടുത്തി വിളിച്ച് സംസാരിക്കുമ്പോൾ ആകെ നാണക്കേടായി എന്ന് പറയുന്നു. അല്ല മോളെ, ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒരു കാലത്തും തീരത്തില്ലേ? അല്ല, ഇനി അവനെങ്ങാനും അവരെയും കൂട്ടി വേറെ താമസമാവോ? ഇത് കേട്ടതും വൈജയന്തി ഒന്ന് ഞെട്ടി. ഇത്രക്കങ്ങ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല വൈജയന്തി. അമ്മ പറഞ്ഞപ്പോഴാണ് അത് ചിന്തിക്കുന്നത്. വീണ്ടും അമ്മ പറയുന്നുണ്ട്, അല്ല, അവന് അതിനുള്ള സൗകര്യങ്ങളും സാമ്പത്തികവും എല്ലാം ഉണ്ടല്ലോ. ഇനി മക്കളെയും കൊണ്ട് അവരെയും കൊണ്ട് അവിടെ എങ്ങാനും വേറെ താമസിക്കാമെന്ന് അവനെങ്ങാനും ചിന്തിക്കുകയോ? അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? എനിക്കങ്ങ് ചത്താ മതി എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഈ രാജീവിനെ വിളിച്ച് സംസാരിക്കുക. ആ രാജീവേട്ടനെ വിളിക്കാൻ തന്നെ ഞാൻ പോകുന്നത്. അവനോട് പറ അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. ഇവിടെ താമസിക്കുകയാണെങ്കിൽ നാട്ടുകാരൊന്നും അറിയത്തില്ലല്ലോ, നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. വൈജയന്തി പറയുന്നുണ്ട്, ഇങ്ങോട്ട് കയറി വരട്ടെ, ഞാൻ ആട്ടി വിടും, വെച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. ഇത് കേട്ടിട്ട് ആ മുത്തശ്ശി അമ്മ പറയുന്നുണ്ട്, ആരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവർക്കും വാശിയാണ്. ഞാൻ ഇനി എന്തെല്ലാം കാണണം ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് മനു റെഡിയായിട്ട് എറണാകുളത്തേക്ക് പോകാനായി റെഡിയായിട്ട് വരും, ബാഗുമൊക്കെ എടുത്തുകൊണ്ട്. രാജീവൻ ചോദിക്കുന്നുണ്ട്, അല്ല മനു, നീ ഇതെങ്ങോട്ടാ? ഞാൻ എറണാകുളത്തേക്ക്. എറണാകുളത്തേക്കോ? നീ എന്താ ഈ പറയുന്നത്? ദേ സിംഗപ്പൂർ കിടക്കുന്ന ഞാൻ ഇവിടെ എത്തി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടെയുള്ള നീ കയ്യും കഴുകി എനിക്കൊന്നും അറിയണ്ട എന്നുള്ള ലെവലിൽ എറണാകുളത്തേക്ക് രക്ഷപ്പെടാൻ പോവാണോ നീ? അല്ല, കൊച്ചച്ഛൻ എന്നോട് എന്താ പറഞ്ഞിരുന്നത്? എടാ മനു, നീ ഇതിലൊന്നും ഇടപെടണ്ട, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്നല്ലേ എന്നോട് പറഞ്ഞത്. ഇത് കേട്ടതും ആകെ പരുങ്ങ് കേട്ടോ രാജീവൻ. എടാ, ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അലീനെ പിടിച്ചിറക്കി പുറത്താക്കി. എന്നിട്ട് എനിക്ക് നേരെ അങ്ങ് എയർപോർട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട്, അല്ല, അലീനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ കൊച്ചച്ഛൻ ഇവിടെ വന്നത്? അലീനെ പുറത്താക്കാനാണെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ചൊന്നും കൊച്ചച്ഛനെ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അതിനെന്നെ കൊണ്ടും പറ്റും. അതിന് ബലം പിടുത്തത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഒറ്റ ഫോൺ കോൾ മതി, അവൾ സുഖമായി പുറത്തേക്ക് ഇറങ്ങി വരും. എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തില്ല എന്ന് രാജീവൻ ചോദിക്കുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല കൊച്ചച്ച. എന്താടാ നീ പറയുന്നത്? പ്രശ്നങ്ങളൊക്കെ തീരണ്ടേന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട്. താങ്കൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരണമെന്നാണ് ആഗ്രഹമെങ്കിൽ അലീനെ പുറത്താക്കിയിട്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. ഇത് അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള പ്രശ്നം, ഒരു മാരത്തോൺ പ്രശ്നം. അപ്പോൾ അത് അവർ തന്നെ തീർപ്പാക്കണം. അവർ അത് തീർപ്പാക്കണം. നല്ല വഴിക്ക് അവർ ജീവിച്ചു പോകണമെന്ന്, പെങ്ങൾ നല്ല വഴിക്ക് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പെങ്ങൾ എന്നെ കൊണ്ട് ഇതൊന്നും കൂടത്തില്ല, ഞാൻ പോവാ എന്നും പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റും പിടിച്ചുകൊണ്ട് പോകണം. ആൻറ്റിക്ക് ഇത്രയ്ക്ക് വാശി കൂടിയത് ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിട്ടാ. ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെന്ന് മനസ്സിലാവുമ്പോൾ തനിയെ അടങ്ങും ആ വാശിയൊക്കെ. നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്തു നോക്കെന്ന് പറയുമ്പോൾ രാജീവനെ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കേട്ട് രാജീവൻ പറയുന്നുണ്ട്, അതെ, എൻ്റെ പെങ്ങൾ പാവമാണ്. അവളെ അങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുപോലെ നിർത്താനോ അവളെ സഹായിക്കാതിരിക്കാനോ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അവളൊരു പാവമല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ മനുവിന് മനസ്സിലായി ഇതൊരു നടക്കുന്നു പോകുന്ന കേസല്ല. അതുകൊണ്ട് മനു പെട്ടെന്ന് ബാഗ് എടുത്തുകൊണ്ട്, അതെ, മഴ വരുന്ന ലക്ഷണമുണ്ട്, ഞാൻ പെട്ടെന്ന് എറണാകുളത്തേക്ക് എത്താൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. ഇനി എന്നാ നീ വരുന്നതെന്ന് ചോദിക്കുകയാണ് രാജീവൻ. ഇനി അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ് മനു അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. ഇതെന്താണ് ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് ഹരിയോട് ചോദിക്കുന്നുണ്ട് രാജീവൻ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടില്ലേ, അടുത്ത ആഴ്ച കാണാമെന്ന്. എന്തായാലും കൊച്ചച്ഛന് ഈ കേസിന് പരിഹാരമുണ്ടാക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ലെന്ന് മൂപ്പർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് കേട്ടതും രാജീവൻ ഹരിയോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ, നമ്മുടെ പ്ലാൻ എവിടെയെങ്കിലും പാളിപ്പോയോ? പെട്ടെന്ന് ഹരി പറയുന്നുണ്ട്, ഇല്ലില്ല, നമ്മുടെ പ്ലാൻ മാറിയിട്ടൊന്നുമില്ല, പാളിയിട്ടുമില്ല. അല്ലടാ, ഇക്കാര്യത്തിൽ നിനക്ക് വല്ല പ്ലാനിങ്ങും ഉണ്ടോ എന്ന് രാജീവൻ ഹരിയോട് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, അല്ല, നമുക്ക് ഈ അലീനെ അങ്ങ് തട്ടിക്കൊണ്ടു പോയാലോ? തട്ടിക്കൊണ്ടു പോയിട്ട് അല്ല എവിടെയെങ്കിലും കെട്ടിയിടാം, പിന്നെ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഹരി ഇങ്ങനെ കൂളായിട്ട് പറയാണ്. അല്ലടാ, നിനക്ക് ബുദ്ധിയുണ്ടോടാ? അല്ല, ഈ സിനിമയിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. സിനിമ പോലും, എടാ, ഇത് ജീവിതമാണ്.
പിന്നെ അവളെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവളുടെ സംരക്ഷകൻ അയാളാണ്, ആ ബാലചന്ദ്രൻ. നിനക്ക് വേറെ വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ കയ്യും കാലൊക്കെ ഒടിച്ചിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എടാ അതൊന്നും പറ്റത്തില്ല, നടക്കാവുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നീ പറ. വേറെ വല്ലതും ഐഡിയ ഉണ്ടോയെന്ന് നീ ചിന്തിച്ച് നോക്ക്, അത് ചിന്തിക്കണം കൊച്ചച്ചാന്ന് പറയുന്നുണ്ട് രാജീവൻ. പിന്നീട് രാജീവ് പറയുന്നുണ്ട്, അതെ എന്തായാലും ഞാനിവിടെ വന്ന് ആകെ കുടുങ്ങിപ്പോയല്ലോടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പെട്ടുപോയല്ലോ ഞാൻ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം. രേവതിക്കുട്ടി മനുവിനെ വിളിക്കുന്നുണ്ട്. മനു ഫോൺ എടുക്കുമ്പോൾ രേവതിക്കുട്ടി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്, മനുവേട്ടാ എന്താ അവിടുത്തെ പ്രശ്നം, എൻ്റെ ചേച്ചി എവിടെ? മനുവേട്ടൻ രാത്രിക്ക് ആൻറ്റിയുടെ ഫോണിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എൻ്റെ അലീന ചേച്ചിയെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചേച്ചി അവിടെ ഇല്ലേ? അവിടുന്ന് പോയി എന്ന് മുത്തശ്ശിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ അലീന ചേച്ചി എവിടെ പോയി? എന്താണെങ്കിലും സത്യം പോലെ പറ, എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? എല്ലാവരും കൂടെ അവിടുന്ന് ഇറക്കി വിട്ടോ? മനുവേട്ട പ്ലീസ് മനുവേട്ട, എന്താ സംഭവിച്ചതൊന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, രേവതിക്കുട്ടി നീ വിഷമിക്കാതെ. രേവതിക്കുട്ടി ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. അലീനയെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്നും പിടിച്ച് വലിച്ചിറക്കി റോട്ടിലേക്ക് ഇറക്കി വിട്ടു. ഇത് കേട്ടതും രേവതിക്കുട്ടി ഞെട്ടുന്നുണ്ട്. പിന്നെ എന്തായാലും അവൾക്ക് പോവാൻ താല്പര്യമില്ലായിരുന്നു, എന്നിട്ടും അവർ ആട്ടി ഇറക്കി വിട്ടു. ഇത് കേട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്തിനാ അവരങ്ങനെ ചെയ്തത്? ആ വീട്ടിലുള്ള എല്ലാവരുടെയും നന്മ മാത്രമല്ലേ എൻ്റെ ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, അത് ശരിയാ നീ പറയുന്നത്, പക്ഷേ അവിടെയുള്ളവർക്കൊന്നും അത് മനസ്സിലാവത്തില്ല. ചുറ്റുമുള്ളവർ അത്ര നല്ലവരൊന്നും അല്ലല്ലോ രേവതിക്കുട്ടി. എന്തായാലും ആരും അവളെ മനസ്സിലാക്കിയില്ലെങ്കിലും ബാലചന്ദ്രൻ അങ്കിൾ അവളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഇത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അയ്യോ അത് അതിലും വലിയ പ്രശ്നമാവില്ലേ? ചുറ്റുമുള്ളവർ കഴുകന്മാരാണ്, പലതും പറഞ്ഞ് പരത്തും, ആകെ പേടിയാവുന്നു മനുവേട്ട എന്ന് പറയുകയാണ്. മോള് പേടിക്കാതെ, മോളുടെ പേടി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഒരു മകൾ ഒരു അച്ഛൻ്റെ കരങ്ങളിൽ എത്രത്തോളം സുരക്ഷിതയാണോ അത്രത്തോളം സുരക്ഷിതത്വത്തിലാണ് നിൻ്റെ അലീന ചേച്ചി ഇപ്പോൾ കഴിയുന്നത്. തൽക്കാലം നീ അലീനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, സമാധാനത്തോടെ ഇരിക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രേവതിക്കുട്ടി. കോളിംബള്ളിൽ ഇരിക്കുന്നത് കേട്ട് വൈജയന്തി ഡോറ് തുറന്ന് നോക്കുകയാണ്. രാജീവനാണ് വന്നിരിക്കുന്നത്. എടി വൈജയ് ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ, എന്ത് എന്നെ പാതി വഴിക്കിട്ടിട്ട് നിങ്ങൾ പോവാണോ രാജീവേട്ടാ? എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് രാജീവൻ പറയുമ്പോൾ, അപ്പോൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് തീരുമാനിച്ചു അല്ലേ, ഇനിയൊന്നും ചെയ്യാനില്ല, അപ്പോൾ ഇനി വരാനുള്ളതൊക്കെ ഞാൻ തനിയെ അനുഭവിച്ചോട്ടെ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലാതെ ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നിപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. തടയാൻ ചെന്നാലേ നിന്റെ ചെവിക്കല്ല് പൊട്ടിക്കും, അടിച്ചവൻ പൊട്ടിക്കും. അത് കൊള്ളുന്നല്ലാതെ ഒന്നിനും നിനക്ക് കഴിയത്തില്ല വൈജയ്. ഇനി അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ടുകൊണ്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ അലീനയും കൊണ്ട് വീണ്ടും ഇവിടെ കയറി വന്നാൽ കയറ്റി ഇരുത്തണമെന്നാണോ രാജീവേട്ടൻ പറയുന്നത്? അല്ലാതെ എന്ത് ചെയ്യും വൈജയ്, ഇത് അവൻ്റെ വീടല്ലേ, അവൻ എന്തും ചെയ്യാം. അന്ന് തന്നെ ആ അലീനയെ ഇവിടെ വന്ന് ഇറക്കി ഞാൻ വന്ന് ഇറക്കി വിട്ടില്ലേ, അത് തന്നെ കുറച്ച് കടന്ന കൈയായി പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ പെണ്ണുണ്ടല്ലോ ബാലചന്ദ്രനും ചേർന്ന് ഒരു പെറ്റീഷൻ അങ്ങനെ കൊടുത്തിരുന്നെങ്കിലേ എൻ്റെ സിംഗപ്പൂർ യാത്രയ്ക്ക് പമ്പ കടന്നേനെ, എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് രാജീവൻ. ഇത് കേട്ടിട്ട് ദേഷ്യം എങ്ങനെ അടിമുടി ഇങ്ങനെ തരിച്ച് കയറുകയാണ് നമ്മുടെ വൈജയന്തിക്ക്. ഞാൻ വലിച്ചിറക്കി പുറത്താക്കി അവളെയും കൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും ഈ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഞാൻ അവരെ സ്വീകരിച്ച് ഈ വീടിനുള്ളിൽ ഒരു മൂല ഇങ്ങനെ ഒരു പട്ടിയെ പോലെ ചുരുണ്ടു മടങ്ങി ഇരിക്കണം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് വേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യാനും അല്ല ഞാൻ പറയുന്നത്. നിന്റെ അഭിമാനബോധം എന്തു പറയുന്നോ അതനുസരിച്ച് നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അലീനയെ നീ ഇറക്കി വിട്ടതിൻ്റെ ഒരു കലിപ്പ് കൂടി കാണും ബാലചന്ദ്രന്. വളരെ ദേഷ്യത്തോടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൽക്കാലം നേരിട്ട് ഇടയാൻ നിൽക്കണ്ട. അവളെയും കൊണ്ട് ഒരു ബാലചന്ദ്രൻ ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല രാജീവേട്ട. വേണ്ട, നീ നിൽക്കണ്ട, നീ കൊല്ലപ്പള്ളിയിലേക്ക് പോയിക്കോ. അപ്പോഴും ഞാൻ തോറ്റില്ലേ രാജീവേട്ട, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? നീ എങ്ങനെ തോൽക്കാനാണ് അത് പറ. കൂടുതൽ ശക്തിയോടെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള വഴി നമ്മൾ നോക്കും. അതിന് നിന്റെ ആങ്ങളമാരായ ഞങ്ങളില്ലേടെ നിന്റെ കൂടെ.
ദേ പോയാലേ നിങ്ങൾക്ക് 2-3 വാക്കിയാണ് നഷ്ടപ്പെടത്തുള്ളൂ. പക്ഷേ ഇതെൻ്റെ ജീവിതമാണ്. ഇതിൻ്റെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നതെന്ന് വൈജയന്തി പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ദേ എനിക്ക് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ വിഷമിക്കാതിരിക്ക്. ഞാനും ശിവേട്ടനും കൂടി ഇതിനൊരു അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അത് എടുത്തിരിക്കും.